നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, മേയർ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. വി രാജേഷ് അധികാരത്തിലേറി 24 മണിക്കൂറിനുള്ളിൽ പുതിയ വിവാദങ്ങളൊക്കെ വരികയാണ്. അതായത് ഇപ്പോൾ ഒരു കെട്ടിടത്തിന്റെ പേരിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ വിവാദത്തിലേക്ക് വരുന്നത്. അത് ആർ ശ്രീലേഖ രംഗത്തേക്ക് വന്നിട്ട് വി കെ പ്രശാന്തിനോട് പറയാണ്, MLA ഓഫീസ് ഒഴിഞ്ഞു തരണം, ഇത് കൗൺസിലർമാരുടെ സ്ഥലമാണ്, ഇവിടെ ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ല എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും വിമർശകർ പറയുന്നത് ആർ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടാത്തതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വരികയാണെന്ന്. പക്ഷേ വലിയ വിവാദങ്ങൾ 40 വർഷത്തെ CPM-ന്റെ ഇത് ഞങ്ങളെ തറവാടാ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ശ്രീലേഖയുടെ ഇടപെടൽ കൊണ്ട് പുറത്തേക്ക് വരുന്നത്. എന്ത് തോന്നുന്നു, എന്താണ് ഈ ഒരു വിഷയത്തിലുള്ള തീരുമാനം? നമ്മൾ നേരത്തെയുള്ള ചർച്ചയിൽ പറഞ്ഞതുപോലെ CPM സത്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതല്ല. അവർക്കിപ്പോൾ ഒരു ശനിദശയുണ്ട്. കാരണം ഇടപെടുന്നതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MLA ഹോസ്റ്റൽ, ഈ MLA ഓഫീസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അതിൽ നമ്മൾ സോഷ്യൽ മീഡിയ ആദ്യമൊക്കെ നോക്കിയപ്പോൾ ശ്രീലേഖ IPS അവർക്കെന്താണ് മറ്റേ IPS-ന് താഴോട്ട് ഇറങ്ങി വന്നില്ല, അവർക്ക് വലിയ റൂം വേണം, അതാണ് ഇതാണ്. പക്ഷേ ശരിക്കും മാധ്യമങ്ങൾ ആ റൂമും ബാത്റൂമും കാണിച്ചപ്പം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്താണ് സംഭവം എന്നുള്ളത്. ഇതിന് മുന്നേ ഉള്ള ആൾക്ക് പ്രശ്നമില്ലായിരുന്നു എന്ന് VK പ്രശാന്ത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. അദ്ദേഹം ഒരു പുരുഷനാണ്, മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ അവിടെ ഇരിക്കാറില്ല. ഈ ഒരു സാഹചര്യം, ചെറിയൊരു പരിമിത സൗകര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് തന്നെയാണ് ഫയലുകൾ വെച്ച് ഞാൻ എൻ്റെ സേവനം ചെയ്യുന്നത്. മാത്രമല്ല എൻ്റെ വീട് അടുത്താണ്. അതുപോലല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അവർക്ക് പ്രധാനമാണ്, നമ്മളൊക്കെ സ്ത്രീകളാണ് അല്ലേ, നമ്മളുടെ ഓഫീസിൽ ഏറ്റവും അധികം വേണ്ടുന്ന എന്താണ്, നമുക്ക് ബാത്റൂം സൗകര്യമാണ് അല്ലേ, അവിടെ ഡോക്യുമെന്റ്സ് ഒക്കെ. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവരെ കാണാൻ വരുന്നത് ചിലപ്പോൾ ഭൂരിഭാഗം സ്ത്രീകളായിരിക്കും. കാരണം ചെറിയ ചെറിയ വീട്ടിലെ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആധാർ, റേഷൻ കാർഡ് ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളും വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ രാവിലെ മുതൽ ഉച്ചവരെ ഇരിക്കുമായിരിക്കാം. ചിലപ്പം അവർ ഈ പറയുന്നോണം ഓരോ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കുക എന്ത് തന്നെ ആയിക്കോട്ടെ, അവർ ഇരിക്കുന്ന സമയമുണ്ടല്ലോ. ഒരു സ്ത്രീയല്ലേ, അവർക്കൊന്നാമത് പ്രായമായ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവർക്ക് ബാത്റൂം നിരവധി അസുഖങ്ങളുണ്ടെന്ന് തന്നെ ശ്രീലേഖ ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബാത്റൂം സൗകര്യം അവർക്ക് ആവശ്യമാണ്. അത് എങ്ങനെയാണ് ഒരു അലമാര പോലും വെക്കാൻ ഇല്ലാത്ത ഒരിടത്ത് 2 പേര് വന്ന് ഇരിക്കാൻ പറ്റുമോ? മാത്രമല്ല ഒരു കൗൺസിലർ എന്നാകുമ്പോൾ നമുക്കറിയാം നിരവധി പേരാണ് കാണാൻ വരുന്നത്. ഒരു MLA കാണാൻ വരുന്ന ഒരു പക്ഷേ ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ചില സന്ദർഭങ്ങളിലെ MLA കാണാൻ വരും. ഏറ്റവും അധികം കൗൺസിലറിനെയാണ് ഒരു ഏതൊരു പ്രദേശത്തെയും സാധാരണക്കാർ വന്ന സമയം. അതിനുശേഷമാണ് പിന്നീട് MLA-യിലേക്ക് പോകുന്നത്. കൗൺസിലിൽ നിന്ന് നമുക്കൊരു ശരിക്കുള്ളൊരു നീതി കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ MLA കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ MLA-യിലേക്ക് പോകത്തുള്ളൂ. വലിയ വിഷയങ്ങളാണ്. MLA നിന്ന് ഒതുങ്ങുന്ന വിഷയം അല്ലെങ്കിൽ പിന്നെ ഏത് തരത്തിലോട്ട് പോകും, മന്ത്രി തലത്തിലേക്ക് പോകും. ഇങ്ങനെയാണല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലും ഒരു പക്ഷേ ശ്രീലേഖയെ കാണാൻ വരുന്ന സാധാരണ ജനങ്ങളാണ്. അവർക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ ഈ പറയുന്നോണം പ്രവർത്തിക്കാനുള്ള സാഹചര്യം. ഇനി ഇത്രയും നാൾ CPM ഇങ്ങനെ പ്രവർത്തിച്ചില്ലേ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തലസ്ഥാനത്തെ വൻ തോൽവി. തലസ്ഥാനത്തെ മാത്രമല്ല, കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വൻ തോൽവി എന്ന് പറയുന്നത് ഇത്രയും നാൾ CPM-ലെ അധികാരികൾ ഭരിച്ചതും അല്ലെങ്കിൽ അവർ ഇരുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമാണല്ലോ. ഇനി അതൊന്നും മാറ്റി പിടിക്കട്ടെ. പുതിയ ഭരണം ഏറ്റെടുത്തപ്പോൾ അവർ ഇരുന്നൊന്ന് പ്രവർത്തിക്കട്ടെ. ഈ ഇരുന്ന് പ്രവർത്തിക്കാതെ സ്വന്തം കാര്യം നോക്കുന്നത് കൊണ്ടാണല്ലോ തലസ്ഥാനം കൈയൊഴിഞ്ഞത്. അപ്പം ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് VK പ്രശാന്തിന് പറയാൻ പറ്റത്തില്ല. കൗൺസിലർക്ക് ഓഫീസുകൾ കൊടുത്തിട്ടുണ്ട്, കോർപ്പറേഷനുകൾ ഓഫീസുകൾ ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നത്. എന്നാൽ അതേ സമയം MLA ഇന്ന് ശബരിനാഥിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടു. ഇനിയിപ്പം അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടു, ഞാനിത് പറയുമ്പോൾ സംഘിയോട്ട് ചേരുന്നു എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും, എന്നാലും പറയാനുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കൃത്യമായ കാര്യമാണ്. എന്താണ് പറഞ്ഞത്? MLA ഹോസ്റ്റലിൽ MLAക്ക് 31-32 റൂമുകൾ നിലയിൽ ഉണ്ട്. എന്തുകൊണ്ട് അവിടെ പോയിരിക്കുന്നില്ല? ഈ പറയുന്നത് പോലെ കൗൺസിലർക്ക് കൃത്യമായിട്ട് ഒരു ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. അതിനപ്പുറം അവർക്കൊരു ഓഫീസ് എടുക്കണമെങ്കിൽ 15,000 രൂപ കയ്യിൽ നിട്ട് കൊടുക്കണം. ഒരു കൗൺസിലർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്? അവർക്ക് എത്രയാണ് ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? ഒരു MLA പോലെ അവർക്ക് കിട്ടുമോ? ഇല്ല. അവർ കയ്യിൽ നിട്ട് വേണം പിന്നെ 15,000 രൂപയ്ക്ക് റൂം എടുക്കാം. അപ്പം ആ കൗൺസിലർക്ക് അനുവദിച്ച ആ റൂം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൗൺസിലറായിരിക്കും ബുദ്ധിമുട്ടുന്നത്. അത് കോർപ്പറേഷൻ കൊടുക്കുന്നതല്ലേ. ഈ VK പ്രശാന്തിന് ഇവിടെ നിന്ന് ഇത് ചെയ്യേണ്ട കാര്യമില്ല. വട്ടിയൂർക്കാവ് മണ്ഡലമാണ്, ശാസ്തമംഗലത്ത് വന്നാണല്ലോ ആൾക്കാർ എല്ലാം കാണേണ്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ശാസ്തമംഗലത്തല്ലേ ഇപ്പോഴത്തെ പ്രശ്നമുള്ള മുറി എന്ന് പറയുന്നത്. അപ്പോൾ MLA ഹോസ്റ്റലിലേക്ക് ആൾക്കാരെ കയറ്റി വിടത്തില്ല, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ MLA ഹോസ്റ്റലിൽ നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ട് ചെന്ന് കയറാം.
അപ്പോൾ അതിനാണല്ലോ MLA ഹോസ്റ്റലിൽ അവിടെ ഓരോ MLA മാർക്കും റൂമുകൾ അവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ ഇവിടെ കടിച്ചു പിടിച്ച് അത് 832 രൂപ വാടക. ഈ കണ്ണായ സ്ഥലത്താണ് 837, 300 സ്ക്വയർ ഫീറ്റ്. ഒരു കടമുറിക്ക് ഇവിടെ കൊടുക്കണം എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? അപ്പോൾ ഇത്രയും നാളും കോർപ്പറേഷൻ എന്ത് ചെയ്ത, കോർപ്പറേഷനെ ചതിച്ചു, ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ VK പ്രശാന്ത് റെസിപ്റ്റ് സഹിതം പബ്ലിഷ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തു, താൻ വാടക അടയ്ക്കുന്നുണ്ടേ എന്നുള്ള തരത്തിലല്ലേ. ഇത് ഈ പറയുന്നത് പോലെ അല്ലേ, എന്തോ പണ്ടൊരു പഴഞ്ചൊല്ല് പറയുന്നത്, അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിക്കുന്ന ഒരു പരിപാടിയായിപ്പോയി. VK പ്രശാന്ത് ഇട്ടുകൊടുത്തത് ഇപ്പോൾ കോർപ്പറേഷൻ മൊത്തം അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുക. കോർപ്പറേഷന്റെ പരിധിയിലുള്ള അവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും കരുതും ശ്രീലേഖ രംഗത്ത് വന്നതുകൊണ്ട് മാത്രം ഇത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന്. അല്ല, നമുക്ക് ഇതിന് മുമ്പുള്ള കാര്യം എടുത്ത് നോക്കണം. അതായത് മുൻപുണ്ടായിരുന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ ഭരണകാലം, അതുവരെയുള്ള നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ടിരിക്കുന്നത്. അതായത് 40-45 വർഷമായിട്ട് CPM ആണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരി. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ, പകുതിയിലധികം. അന്ന് ഒരു 250 രൂപയ്ക്ക് വാടക കൊടുത്ത സ്ഥലം, വാടകയ്ക്ക് കൊടുത്ത മുറികൾ, കെട്ടിടങ്ങളാണ് ഇപ്പോഴും അതേ തുകയിൽ കൈമാറി വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 4 തലമുറയടക്കം ഈ ഒരൊറ്റ പ്രൈസിൽ കൈമാറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ഒരു റൂം വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് എത്ര രൂപയാവും? അപ്പോൾ 1000-1500 രൂപ കൊടുക്കേണ്ടത് ഒരു ദിവസത്തേക്ക്. ഇത് മുറി മാത്രമല്ല, വലിയ വലിയ ബിൽഡിങ്ങുകൾ അടക്കമാണ് കൊടുക്കുന്നത്, തുച്ഛമായ വിലയ്ക്കാണ്. അതായത് ഒരു 20,000 രൂപയെങ്കിലും കൊടുക്കേണ്ടത്. ഇത് കോർപ്പറേഷൻ അടയ്ക്കുന്ന തുകയല്ലേ? ഇനി ഞാൻ മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഈ കോർപ്പറേഷൻ അടയ്ക്കുന്ന തുക ഇത്രയാണെങ്കിൽ ബാക്കിയുള്ളത് ഈ പറയുന്ന ആര്യയ്ക്കും MLA മാർക്കും ചെല്ലത്തില്ല എന്ന എന്താ ഇത്ര ഉറപ്പ്? ഇപ്പൊ MLAക്ക് ഒരു മുറി വാടക എടുക്കുന്നതിന് 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 850 രൂപ കൊടുത്താൽ അത് ബാക്കി പോക്കറ്റിലല്ലോ? ഇല്ല, അത് പോക്കറ്റിലേക്ക് ആയിരുന്നല്ല. അതായത് ഈ പ്രതിപക്ഷത്താരായിരുന്നു? BJP ആയിരുന്നു. അപ്പോൾ BJPക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഡാറ്റാസ് കയ്യിലുണ്ട്. പക്ഷെ അത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു ഭരണം വേണമായിരുന്നു. ആ ഭരണമാണ് ഇപ്പോൾ BJP കിട്ടിയത്. ഏതായാലും ഞാൻ ഈ പറയുന്നത് പോലെ തീർച്ചയായിട്ടും തലസ്ഥാനത്ത് ഒരു വല്ലാത്ത ഒരു അഴിച്ചുപണി ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിത്തട്ട് മുതൽ അവർ പണി തുടങ്ങിക്കഴിഞ്ഞു. ആര്യക്കെതിരെ ആദ്യമേ ഒരു മുൻ കോൺഗ്രസ് കൗൺസിലർ പരാതി കൊടുത്തത് മുതൽ അഴിമതി ഇനി കണ്ടെത്താൻ പോകുന്നു. അതേപോലെ എന്തൊക്കെ നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇനി ചകഞ്ഞെടുത്ത് BJP വലിയൊരു ആയുധമാക്കും CPM-ന്. കാരണം തലസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇത് നല്ലൊരു ശ്രീലേഖ ഇട്ടുകൊടുത്ത തീ വല്ലാത്തൊരു തീ തന്നെയാണ്. അപ്പോൾ ഇനി ഏതൊക്കെ കോർപ്പറേഷൻ ബിൽഡിങ്ങുകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു വിരോധാഭാസം, ഇതൊക്കെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന പൈസയില്ലേ, ഇതെല്ലാം അവരെടുക്കുകയാണ്, അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇതിൽ പറയുന്നതിൽ ഒരു ന്യായം വേണ്ടേ? ഇപ്പോൾ ശ്രീലേഖയ്ക്ക് ഒരു മുറി വേണം എന്ന് പറഞ്ഞതിലല്ല ഇവിടുത്തെ വിഷയം കിടക്കുന്നത്. ഇപ്പം എന്നാൽ അവർ തന്നെ പറഞ്ഞു, എൻ്റെ മകനെ പോലെയാണ്, ഞാനത് വിട്ടേക്കുന്നു, ഇനി എപ്പോഴാണോ ഒഴിയാൻ സൗകര്യം ഒഴിയട്ടെ എന്ന് പറഞ്ഞാൽ അവർ അത് മാറി. പക്ഷേ അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ ഇന്നലെ കണ്ടപ്പോഴാണത് ശരിക്കും ഇതിനകത്ത് ട്രോളുന്നവരൊന്നും മനസ്സിലാക്കുക. നിങ്ങൾക്കും വീട്ടിൽ സ്ത്രീകളുണ്ടാകുമ്പോൾ ഒരു പക്ഷേ സ്ത്രീകൾക്കത് മനസ്സിലാവും കുറച്ചുകൂടി. കാരണം ആ ബാത്റൂം സൗകര്യമില്ലാത്ത ഇടുങ്ങിയ മുറിയിൽ 2 പേരും വന്ന്, അതും ഈ VK പ്രശാന്തിൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ വേണം ഓരോരുത്തർ വരാൻ. അപ്പോൾ അതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അവർക്ക് അവരുടെ പ്രൈവസിയോട് ഒരു ഓഫീസല്ലേ, അവരവിടെ ഇരുന്ന് IPS അല്ല ഇരുന്ന് പ്രവർത്തിക്കുന്ന സംഭവം. മറ്റേ പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതായത് ഈ ഒട്ടകത്തിന് ഇരിക്കാൻ സ്ഥലം കൊടുത്തതുപോലെ കൗൺസിലേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലമാണ് അവിടെ VK പ്രശാന്ത് വരുന്നു. പിന്നീട് ഇപ്പൊ VK പ്രശാന്തിന്റെ ഒരു ഏരിയ ആയിട്ട് മാറി, ഒരു തട്ടകമാണ്. ആ മൂലയിലേക്ക് ഒരാളെ ഒതുക്കുമ്പോൾ അവരുടെ ആ ഒരു, പ്രത്യേകിച്ച് ശ്രീലേഖയെ പോലുള്ള ഒരാൾ എത്ര വലിയ ഓഫീസുകളിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവര് മാറി വരുമ്പോ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലർക്ക് പരാതിയില്ല, അദ്ദേഹത്തിന് പരാതി. അദ്ദേഹം പിന്നെ ഒരു പുരുഷനായതുകൊണ്ടും ഇവരുടെ കയ്യിലുള്ള ഭരണമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വായടക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മാത്രമല്ല ശ്രീലേഖ IPS പോലുള്ള വ്യക്തികൾ എപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും അവരുടെ ഒഫീഷ്യൽ ജീവിതത്തിൽ, ഔദ്യോഗിക ജീവിതത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു ഓഫീസിൽ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടാന്ന്. അപ്പം ചോദിക്കുക, അവിടെ ഇരുന്ന് ചെയ്യാനുള്ള അല്ല കൗൺസിലർമാർ അവിടെ ഇരുന്ന് ചെയ്താൽ മതി. പണ്ടത്തെ കാലത്തെ പോലെ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. ഇപ്പം ഡിജിറ്റൽ യുഗമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഡോക്യുമെന്റ്സ് വെക്കണം. മാത്രമല്ല ഈ പറയുന്ന കൗൺസിലർ എന്ന് പറയുന്ന അവരെ കാണാനാണ് വരുന്നത്. ഇവർ ഓരോ വീടുകൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓരോ വീടുകളിൽ പോയാൽ മതി, അല്ലാതെ അവരെ കാണാനാണ് വരുന്നത്. ഇവരിപ്പോൾ ഓരോ വീടുകളിൽ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ഇതുണ്ടോ എന്ന് പറഞ്ഞ് എന്നും കിടന്ന് നിരങ്ങേണ്ട കാര്യമില്ലല്ലോ. അവരെ കാണാൻ വരണം, ആൾക്കാർ അവരെ കാണാൻ വരണം. അപ്പോൾ അവർ ഇന്നടത്തുണ്ട് എന്നുള്ളത് ഇവർക്ക് അറിയണ്ടേ, ജനങ്ങൾക്ക് അറിയണ്ടേ. നമുക്കൊക്കെ അറിയാവുന്ന, എനിക്കറിയാവുന്ന കൗൺസിലർമാർക്കൊക്കെ അവർക്ക് പഞ്ചായത്തിലോ അല്ലെങ്കിൽ നഗരസഭയിലൊക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ഓഫീസ് സംവിധാനം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവരൊരു ഓഫീസ് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടാൽ മതി. അല്ലെ കൗൺസിലർ എവിടെയെന്ന് ചോദിച്ചാൽ ശ്രീലേഖ
IPS എവിടെ തപ്പിപ്പോകും ആൾക്കാർ? അപ്പോൾ അവർക്കൊരു ഒഫീഷ്യൽ ശ്രീലേഖ IPS അല്ലെ ശ്രീലേഖ ഞങ്ങളുടെ കൗൺസിലർ ദാണ്ട് ഇന്നടുത്ത ശാസ്ത്രമംഗലത്ത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ അവർക്ക് ഒരു ഇത് വേണ്ട. അല്ലാതെ അവർ അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്ന് പ്രവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ CPM ഇത്രയും നാൾ പ്രവർത്തിച്ചതുപോലെ മതി ഇനിയുള്ളവർ പ്രവർത്തിക്കണമെന്നുള്ള ഇതങ്ങ് മാറ്റ്. അവർ ഇരുന്ന് പ്രവർത്തിക്കാനാണ്. അല്ല സ്വന്തം കാര്യം, അവർക്ക് സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ നോക്കിയിട്ട് വല്ലപ്പോഴും വന്ന് ഓഫീസിൻ്റെ വടിവാതിൽ തുറക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ കൃത്യമായിട്ട് ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് BJP. അതുകൊണ്ട് അവർ അവരുടേതായ രീതിയിലാണ്. അല്ലാതെ VK പ്രശാന്ത് പറയുന്നത് പോലെ ഇനി കൗൺസിലർമാർ കേട്ടാൽ മതി എന്നുള്ള ആ ധാർഷ്ട്യം അങ്ങ് CPMന്റെ കൈ വെച്ചാൽ. കഴിഞ്ഞ ദിവസം മന്ത്രി V ശിവൻകുട്ടി പറയുന്നുണ്ടായിരുന്നു, അതായത് ഒരു MLA ഇറക്കി വിട്ടിട്ട് ഒരു നിയമലംഘനം നടത്താൻ മാത്രമുള്ള ഒരു രീതി MLA വീട്ടിൽ അല്ല. ഞാനൊന്ന് ചോദിച്ചട്ടെ, ഈ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടില് മറ്റൊരാൾ വന്ന ആധിപത്യം സ്ഥാപിച്ച എങ്ങനെ ഇരിക്കും? ശിവൻകുട്ടിയുടെ വീട്ടിൽ, മന്ത്രിയുടെ വീട്ടിൽ മറ്റൊരാൾ വന്ന ആധിപത്യം അവരവർ ഇരിക്കുന്ന സ്ഥാനത്ത് അവരവരിരിക്കണം. ഇപ്പം MLA VK പ്രശാന്തിൻ്റെ ഓഫീസ് എവിടെയാണ്? അവിടെ ഈ തുച്ഛമായ വിലയ്ക്ക് കൗൺസിലറുടെ ഓഫീസ് അന്നത്തെ കഴിഞ്ഞ തവണത്തെ കൗൺസിലർക്ക് അത് പറ്റില്ല. ഇവരുടെ കയ്യിലായിരുന്നു ഭരണം. അതുകൊണ്ടാണ് അഴിമതി ഇപ്പം കണ്ടെത്തുന്നത്. പല കോർപ്പറേഷൻ ഓഫീസുകളും പല ഇതും ഇത്തരത്തിൽ തുച്ഛമായ വിലയ്ക്ക് കൊടുത്തത് കണ്ടെത്തി. ഇനി നഗരസഭ പറയും ഇറങ്ങി പോവാൻ, അപ്പോൾ ഇറങ്ങി പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ തുകയ്ക്ക് ആൾ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. മാത്രമല്ല അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം ഓരോ കൗൺസിലർക്കും ഓരോ ഇത് അലോട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ ഓഫീസ് അലോട്ട് ചെയ്ത് ആ ഓഫീസ് അവർക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ VK പ്രശാന്തിനല്ലല്ലോ. പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള നടപടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിപ്പോൾ കോർപ്പറേഷന് എനിക്കൊന്ന് തലസ്ഥാനത്ത് എനിക്ക് ഈ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ബിൽഡിങ്ങുകളാണ്. ഒരു പക്ഷേ അത് തന്നെ ഒരു കോടിക്കണക്കിന് എമൗണ്ട് വാടക ഇനത്തിൽ തന്നെ കിട്ടാൻ സാധ്യതയുള്ള ബിൽഡിങ്ങുകളാണുള്ളത്. ഇതുപോലെ തന്നെയാണ് KSRTCയുടെ കാര്യം. ഇന്നലെ VV രാജേഷ് മന്ത്രി ഗണേഷ് കുമാറിനെ വിമർശിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെയാണ് ഇനി അന്വേഷിക്കേണ്ടത്. നമ്മുടെ തലസ്ഥാനത്ത് തന്നെ KSRTCയുടെ പല ഡിപ്പോകൾ, അതേപോലെ തന്നെ പല സ്ഥലങ്ങൾ അനധികൃതമായിട്ട് കിടപ്പുണ്ട്, പല വണ്ടികൾ വെറുതെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഞാൻ പറയുന്ന നഗരസഭ നന്നായിട്ടൊന്ന് ഒരു അഴിച്ചുപണി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പറയുന്നത് പോലെ കരാറടിസ്ഥാനത്തിലാണ് ഞങ്ങളൊന്നും നിയമലംഘനം നടത്തിയിട്ടില്ല എന്ന് പറയുന്ന CPM നേതാക്കന്മാരൊക്കെ മൊത്തത്തിൽ ഉത്തരം പറയേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJPയുടെ മേയറായിട്ടുള്ള VV രാജേഷ് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു. കൂടുതൽ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതൊക്കെ കെട്ടിടങ്ങൾ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥാവകാശമുള്ള ഏതൊക്കെ കെട്ടിടങ്ങൾ ഏത് കാലത്തെ കരാറിന്റെ അടിസ്ഥാനത്തിൽ എത്ര രൂപയ്ക്കാണ്, ഏത് സ്ഥലത്താണ്, ആരാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ കൃത്യമായിട്ട് ഡാറ്റാസ് തരണം എന്നുള്ള നിർദ്ദേശം നൽകി എന്നുള്ള. ഒപ്പം തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം. ഇന്നലെ ഇന്ത്യ ടുഡേക്കാണെന്ന് VV രാജേഷ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഞാൻ VV രാജേഷിന് അത്രയും ഒരു സാധാരണ മന്ത്രിമാരോ MLA മാരൊക്കെ സംസാരിക്കുന്ന നമുക്ക് A റഹീം ഇപ്പോൾ മറ്റേ കർണാടകയിൽ കിടന്ന് സംസാരിക്കുന്ന മൊത്തം ട്രോളോട് ട്രോളാണ്. സത്യം പറഞ്ഞാൽ കേട്ട് നിന്നാൽ പറ്റ തള്ള സഹിക്കൂല എന്ന് പറയുന്ന രീതിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മന്ത്രിതലത്തിൽ ഇരിക്കുന്നത്. എന്നാൽ ചോദിക്കുന്നത് നിനക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ല, നമ്മൾ ആ പൊസിഷനിലല്ലേ നിൽക്കുന്നത്, ഞാൻ മന്ത്രിയൊന്നും അല്ലല്ലോ. അപ്പം ഈ പറയുന്നത് പോലെ ഇന്നലെ VV രാജേഷിനെ ഇന്ത്യ ടുഡേ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. ഞാൻ ഇംഗ്ലീഷിൽ ചോദിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം പെട്ടുപോയോ എന്നാൽ. പക്ഷെ നല്ല ഫ്ലുവൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് വലിയ ഭരണാധികാരിയാവും എന്നുള്ള രീതിയിലല്ല, എന്നാലും ഏത് ലാംഗ്വേജും അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന തരത്തിൽ അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള. ഇന്നലെ അദ്ദേഹത്തിനോട് ഈ ഇപ്പം ശ്രീലേഖയുടെ കാര്യത്തിലും പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പം മിതമായിട്ടുള്ള നല്ല ഭാഷയിൽ അദ്ദേഹം മലയാളത്തിൽ നല്ല ആൻസർ കൊടുക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു തുടക്കം എന്തുകൊണ്ടും തലസ്ഥാനത്ത് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യത്തെ പത്രസമ്മേളനത്തിലാണ്. കാരണം പുള്ളിയെടുത്ത് എനിക്ക് തോന്നുന്നു മാധ്യമ പ്രവർത്തകരാണ് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിച്ചു നിന്നത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറത്തേക്കുള്ള മറുപടി കഴിഞ്ഞു. എങ്ങനെ വികസനം ഉണ്ടാക്കും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കേന്ദ്രം എന്ത് കൊണ്ടുവരുമ്പോൾ പുള്ളി പറയുന്നുണ്ട് ഈ കേന്ദ്രം മാത്രം വിചാരിച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ആദ്യം സംസ്ഥാന സർക്കാരും വിചാരിക്കണം, അതിനൊപ്പം കേന്ദ്രവും കൂടെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഈ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് KSRTCയുടെയും ഈ പറയുന്നത്. അല്ല, അത് തന്നെ വലിയൊരു വരുമാനമല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. കോർപ്പറേഷൻ എല്ലാ ബിൽഡിങ്ങുകളും ഒരു മാഫിയ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇതൊന്നും വലിയ അന്താരാഷ്ട്ര വിഷയമല്ല. 40 വർഷം കൊണ്ട് ഇതൊന്നും വെച്ചിരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പണി കിട്ടുന്ന ഒരാളെ മാത്രമല്ല. ഇപ്പൊ മേയർ എന്ന് പറയുന്ന ആര്യ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മേയർ മാത്രമാണ്. പക്ഷെ അതിനു മുമ്പുള്ള എല്ലാവരും തന്നെ ഉത്തരം പറയേണ്ടുന്ന സാഹചര്യങ്ങളിലേക്ക് BJP ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മറുപടി പറയാൻ
ഇനിയിപ്പോൾ AKG ഇല്ല മൊത്തം വിറ്റാൽ പോലും പറ്റാത്ത ബാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും മേയറുടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. ഇനി ആ ലഭിക്കുന്ന ഡാറ്റകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ എത്ര കോടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഷ്ടപ്പെട്ടു എന്നത് മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും പുതിയ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.